ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചെയിൻസോയുടെയൊക്കെ മുറിച്ച് പോകുമ്പോൾ സാധാരണയായിട്ട് ഫയൽ ഉപയോഗിച്ച് കൈകൊണ്ട് ഷാർപ്പൻ ചെയ്തെടുക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ഒട്ടും അധ്വാനം ഇല്ലാതെയും കുറഞ്ഞ സമയം കൊണ്ടും എങ്ങനെ ഷാർപ്പൻ ചെയ്തെടുക്കാം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു ഡ്രില്ലിംഗ് മെഷീനാണ്. ഡ്രില്ലിംഗ് മെഷീൻ്റെ ചക്കയിലേക്ക് ഡയറക്റ്റ് ഫയൽ വെച്ച് ഷാർപ്പൻ ചെയ്യുമ്പോൾ നമ്മുടെ കറക്റ്റ് കൺട്രോളിൽ നിൽക്കില്ല. നമ്മളെടുത്ത ഫയലിൻ്റെ അറ്റത്തായിട്ട് 608 നമ്പറിലുള്ള ഒരു ബെയറിംഗ് സെറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ഫയലിൻ്റെ സൈസ് 3.5 mm നമ്മുടെ ബയറിങ്ങിൻ്റെ ഉള്ളിലത്തെ സൈസ് 8 mm ആയതുകൊണ്ട് ഡയറക്റ്റ് ബയറിങ്ങിലേക്ക് ഫയൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ബയറിങ്ങിൻ്റെ ഉള്ളിലത്തെ ഹോളിലേക്ക് 8 mm സൈസിലുള്ള ഒരു തടി കട്ട് ചെയ്ത് ഷേപ്പാക്കി ഉള്ളിൽ കയറ്റി ഫിറ്റ് ചെയ്തെടുക്കണം. റൗണ്ട് ഷേപ്പിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി ഡ്രില്ലിംഗ് മെഷീൻ്റെ അറ്റത്തൊരു തടി ഫിറ്റ് ചെയ്ത ശേഷം ഇതുപോലെ സാൻഡർ ഉപയോഗിച്ച് ഷേപ്പാക്കി എടുത്താൽ മതി. ശേഷം നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ്റെ ചക്കിൽ നിന്നും തടി അഴിച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ശേഷം നമുക്ക് ബയറിങ്ങിൻ്റെ ഉള്ളിലത്തെ ഹോളിലേക്ക് കയറ്റി ഫിറ്റ് ചെയ്തെടുക്കാം. ബയറിങ്ങിൻ്റെ ഉള്ളിലത്തെ ഹോളിലേക്ക് ടൈറ്റ് ചെയ്ത് കയറ്റിയ ശേഷം ഫ്ലഷ് കിക്ക് ഉപയോഗിച്ച് ഒട്ടിക്കുകയും ചെയ്യണം. അതിനുശേഷം നമ്മുടെ തടിയുടെ ഉള്ളിലായിട്ട് ഒരു 3 mm ഹോളും ഇട്ട് കൊടുക്കണം ഫയൽ കയറ്റി വയ്ക്കാൻ വേണ്ടി. ആ ഹോളിലേക്ക് നമ്മുടെ ഫയൽ വെച്ച ശേഷം ഹാമർ ഉപയോഗിച്ച് പയ്യെ ടൈറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ്റെ ചക്കിലേക്ക് ഫയൽ കയറ്റി വെച്ച് ടൈറ്റ് ചെയ്തെടുക്കാം. ഇതുപയോഗിച്ച് നമ്മുടെ ചെയിൻസ് ഒന്ന് ഷാർപ്പൻ ചെയ്തെടുക്കാം. ഒരു കൈ കൊണ്ട് നമ്മുടെ ഫയലിൻ്റെ അറ്റത്ത് പിടിപ്പിച്ച് ബയറിങ്ങിൽ പിടിച്ച ശേഷം മറ്റേ കൈ കൊണ്ട് നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ കുറഞ്ഞ RPM-ലിട്ട് നമുക്ക് ഷാർപ്പൻ ചെയ്തെടുക്കാം. നമ്മുടെ ചെയിൻ്റെ എല്ലാ പല്ലുകളും ഇതുപോലെ ഷാർപ്പൻ ചെയ്തെടുക്കണം. എല്ലാം കറക്റ്റായിട്ട് ഷാർപ്പൻ ചെയ്തെടുത്ത ശേഷം നമ്മുടെ ചെയിൻസോ സ്റ്റാർട്ട് ചെയ്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തത് നല്ല കടുപ്പമുള്ള പഴയ തടിയായിരുന്നു. എന്നിട്ട് വരെ വളരെ എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത കിടിലം വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്.